students, we are going to discuss a very important derivation of this chapter, that is pressure of an ideal gas. അപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഡെറിവേഷൻ ആയിട്ട് വന്നില്ലെങ്കിൽ പോലും അതിൻ്റെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് നോക്കാം എന്താണ് പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ. കാണാം. പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ഇൻ എ കണ്ടെയ്നർ. കണ്ടെയ്നറിൽ കുറച്ച് മോളിക്യൂൾസ് ഉണ്ട്, ഒരു ഗ്യാസ് മോളിക്യൂൾസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ദ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ദേ ആർ മൂവിങ് റാൻഡംലി. അത് മൂവ് ചെയ്യുന്നുണ്ട്, റാൻഡം ഡയറക്ഷൻസിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. അതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി v ആണ്. ഓക്കെ, മൂവിങ് വിത്ത് വെലോസിറ്റി v. അപ്പോൾ this is the velocity of a molecule in a direction. അല്ലേ, നിങ്ങൾക്ക് കാണാം v എന്ന് പറഞ്ഞൊരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ this velocity v can be resolved into 3. ഏതൊക്കെയായിരിക്കും? vx, അതുപോലെ vy and vz. 3 ഡയറക്ഷൻസ് കൺസിഡർ ചെയ്യുമ്പോൾ വി ഹാവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് റിസോൾവ് ഇൻറ്റു 3 അല്ലേ. vx ഉണ്ടാവും, അതുപോലെ vy ഉണ്ടാവും, vz ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇഫ് യു അസ്യൂം ദാറ്റ് ദിസ് മോളിക്യൂൾ ഹാസ് ഓർ ഇറ്റ് ഹിറ്റ്സ് ദ ഏരിയ, ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുവാണ് അല്ലേ, നിങ്ങൾക്ക് കാണാം ഇറ്റ് ഗെറ്റ്സ് ഹിറ്റ് അറ്റ് എ പോയിന്റ്. ആ വോളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? അപ്പോഴുള്ള വെലോസിറ്റി നമ്മളിപ്പോൾ എക്സ് ഡയറക്ഷനിലായതുകൊണ്ട് അതിനെ നമുക്ക് വി എക്സ് എന്ന് പറയാം. ഇനി എന്ത് പറ്റും? ഇറ്റ് വിൽ റീബൗണ്ട് അല്ലേ. റീബൗണ്ട് ചെയ്ത് കഴിയുമ്പോൾ ഡയറക്ഷൻ മാറുന്നുണ്ടല്ലോ. അറ്റ് ദാറ്റ് ടൈം ദ വെലോസിറ്റി വിൽ ബി മൈനസ് വി എക്സ്. ഓക്കെ, അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഏരിയ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി വി എക്സ് ആയിരിക്കും, അത് റീബൗണ്ട് ബാക്ക് വരുന്ന സമയത്ത് മൈനസ് വി എക്സ് ആയിരിക്കും. സോ ദ വെലോസിറ്റീസ് വി വൈ ആൻഡ് വി സെഡ് നമ്മളോട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. എന്താണ് കാരണം? ബിക്കോസ് അത് ഈക്വൽ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ, അത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അവരെന്ത് പറ്റും? നമുക്കത് ചേഞ്ച് ചെയ്യുന്നില്ല, നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം imparted to the area A by the molecule? എന്താണ് ഇവിടെ അനുഭവപ്പെടുന്ന ചേഞ്ച് ഇൻ മൊമെൻറ്റം അല്ലേ? അത് നമുക്ക് ഒന്ന് കണ്ടുപിടിച്ചാലോ? യെസ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇവിടെ വി എക്സ് ആയിരുന്ന വെലോസിറ്റി എന്തായിട്ട് മാറി? മൈനസ് വി എക്സ് ആയിട്ട് മാറുമ്പോൾ ഇവിടുന്ന് റീബൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് എന്താണ് അവിടെ മൊമെൻറ്റത്തിലുള്ള മാറ്റം? നമുക്കറിയാം മൊമെൻറ്റത്തിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം എന്നാണ് അല്ലേ. സോ ആ ഇക്വേഷനിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടാൻ പോകുന്നത്? വി വിൽ ഗെറ്റ് എം ഇൻറ്റു വി എക്സ് മൈനസ് എന്ത് വരും? മൈനസ് എം ഇൻറ്റു വി എക്സ്. സോ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 2mvx അല്ലേ. 2mvx എന്നാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ വി എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ആണ് എന്ന് നിങ്ങൾ ഓർക്കുക. വി, ക്യാപിറ്റൽ വി ഈസ് ദ വെലോസിറ്റി കേട്ടോ. യെസ്. അപ്പോൾ 2mvx ആണ് ചേഞ്ച് ഇൻ മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദി ഏരിയ എ ബൈ ദ മോളിക്യൂൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? യെസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ വോൾ? ആ വന്ന് ഹിറ്റ് ചെയ്യുന്ന വോളിൽ അനുഭവപ്പെടുന്ന മൊമെൻറ്റം എന്തായിരിക്കും? എം വി എക്സ് കൊണ്ട് നമുക്കറിയാം അല്ലേ, എം വി എക്സ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ അനുഭവപ്പെടുന്ന മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ വോൾ എന്ന് പറഞ്ഞിട്ട് വിൽ ബി 2 ഇൻറ്റു എം ഇൻറ്റു വി എക്സ് അല്ലേ. 2mvx ആയിരിക്കും മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ വോൾ എന്ന് പറയുന്നത്. ഇനി അറ്റ് ടൈം ടി, സമയം ടി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? മോളിക്യൂൾസ് ഇറ്റ് കവർ എ ഡിസ്റ്റൻസ് ഓഫ് വി എക്സ് ടി എലോങ് എക്സ് ഡയറക്ഷൻ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം എന്നും എടുക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണ്? അവിടെ ഒരു വെലോസിറ്റി നമുക്കുണ്ട് അല്ലേ, വി എക്സ് ആണ്, ടൈം ടി ആണെങ്കിൽ ഇറ്റ് കവേഴ്സ് എ ഡിസ്റ്റൻസ് വി എക്സ് ടി എലോങ് എക്സ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ കൺസിഡർ ചെയ്യാവുന്ന മറ്റൊരു വെലോസിറ്റിക്കുള്ള മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് വി ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ടി അല്ലേ, അതായത് ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ്, എ ഇൻറ്റു ടി. ടി എന്ന് പറയുമ്പോൾ ടൈമാണ്. അപ്പോൾ ഇതിന് നമ്മൾ വീണ്ടും ഇക്വേറ്റ് ചെയ്യുവാണ്. എന്ത് വരും? എ ഇൻറ്റു ഡിസ്റ്റൻസ് നമുക്കറിയാം വി എക്സ് ടി ആണ്,
അപ്പോൾ അവിടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് ഡിസ്റ്റൻസ് എന്നാണ് അല്ലേ. ഡിസ്റ്റൻസ് അപ്പം എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, കാരണം അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. വോളിയം വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ്. സോ ഏരിയ നമ്മൾ എ എന്ന് എടുത്തു, ഇൻറ്റു ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായാലും എടുക്കുക, ഇറ്റ് ഈസ് ഈക്വൽ ടു വി എക്സ് ടി. നമ്മൾ പറഞ്ഞു വി എക്സ് ടി ഡിസ്റ്റൻസ് ആണ് അത് കവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോളിയം നമ്മുടെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറി, എ ഇൻറ്റു വി എക്സ് ടി ആയിട്ട് മാറി. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇഫ് എൻ ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഓരോ യൂണിറ്റ് വോളിയത്തിലുള്ള നമ്പർ ഓഫ് മോളിക്യൂളുകളുടെ എണ്ണം, തന്മാത്രകളുടെ എണ്ണം സ്മോൾ ലെറ്റർ എൻ ആണെന്ന് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് ദാറ്റ് ഏരിയ? ആ ഏരിയയിൽ ഒന്ന് ഹിറ്റ് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞ ആ ഒരു മോളിക്യൂൾ മാത്രമല്ല, കുറേ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വോളിൽ വന്ന് ഹിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെയാണെങ്കിൽ എത്ര ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് ദ ഏരിയ നമുക്ക് എന്തായിട്ട് എടുക്കാം, ക്യാപിറ്റൽ എൻ ആയിട്ട് എടുക്കാം. സോ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇറ്റ് വിൽ ബി ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് വി എക്സ് ടി ഇൻറ്റു ദാറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് സ്മോൾ ലെറ്റർ എൻ അല്ലേ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് ദ ഏരിയ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എൻ ആയി മാറിയത്. അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ഏരിയ ഇൻറ്റു വി എക്സ് ടി ഇൻറ്റു എൻ എന്ന് കിട്ടും. അത് മനസ്സിലായല്ലോ. ഇനി ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണ്, എൻ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു വി എക്സ് ടി ഇൻറ്റു എൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത്, നമ്മൾ ഒരു വരുന്ന എല്ലാവരും അവിടെ വന്ന് ഹിറ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല അല്ലേ. അതെന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, എത്ര മോളിക്യൂൾസ് ആണോ വന്ന് ഹിറ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ പകുതിയോളം, എത്ര മോളിക്യൂൾസ് ആണ് വരുന്നത് അതിൻ്റെ പകുതി മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നുണ്ട്, ദേ വിൽ ഹിറ്റ് ദ വോൾ. ആൻഡ് ബാക്കി 50% എന്ത് സംഭവിക്കും, ദ റെസ്റ്റ് ഓഫ് ദ റിമൈനിങ് മോളിക്യൂൾസ് വിൽ ബി മൂവിങ് എവേ ഫ്രം ദ വോൾ. അപ്പോൾ ആ ഏരിയയിൽ നിന്ന് എവേ ആയിട്ടായിരിക്കും പോവുക. അപ്പോൾ 50% എന്ത് ചെയ്യുന്നുണ്ട്, ദേ കം ആൻഡ് ഹിറ്റ് ദ ഏരിയ, whereas the rest half will go away from that area. അത്രയും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും നമ്മൾ ഉദ്ദേശിച്ചുള്ളൂ. only half of these molecules will hit the area. അപ്പോൾ ബാക്കി റിമൈനിങ് ആൾക്കാർ എന്ത് പറ്റി, ദേ വിൽ മൂവ് എവേ ഫ്രം ദ ഏരിയ. അത് അണ്ടർസ്റ്റുഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് വോളിയം, അവിടെയുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിനെ എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി, നമ്മൾ ഹാഫ് ആയിട്ട് പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ ഹാഫ് കൂടി കൊടുക്കുക, ഹാഫ് ഓഫ് ബാക്കി ഇത് തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഹിറ്റിംഗ് ഏരിയ എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ടി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് വോളിയം, അതായത് ഹാഫ് ഓഫ് ദ മോളിക്യൂൾസിൻ്റെ വോളിയം എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താണ്, 1/2 ഇൻറ്റു എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ടി. ഇത്ര എല്ലാവർക്കും മനസ്സിലായല്ലോ. യെസ്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ മറ്റൊരു കാര്യത്തിലേക്ക് വരാൻ പോവാണ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് വോളിയം നമുക്ക് മനസ്സിലായി അല്ലേ. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ ഏരിയ ഇൻ ടൈം ടി. അതിലേക്ക് വരുന്നതിന് മുൻപ് നമുക്ക് ഇവിടെ ഒരു പോയിന്റ് നമുക്കൊന്ന് ആഡ് ചെയ്യേണ്ടതുണ്ട്. അതെന്താണെന്നറിയാമോ, the total momentum imparted to the area, in a time t. അതാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ടോട്ടൽ മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ ഏരിയ ഇൻ ടൈം ടി എന്താണ്? അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ വോൾ എന്ന് പറഞ്ഞാൽ 2 mvx ആണ്. ഇത് നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് അല്ലേ. അതുപോലെ തന്നെ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് വോളിയം ഹാഫ് എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ടി. അപ്പോൾ ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ മൊമെൻറ്റം ഇംപാർട്ടഡ് ടു ദ ഏരിയ ഇൻ എ ടൈം ടി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 2 ഇൻറ്റു എം ഇൻറ്റു വി എക്സ്. ഇതിൻ്റെ കൂടെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദാറ്റ് വോളിയം കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഇൻറ്റു ഹാഫ് ഇൻറ്റു എന്തൊക്കെയാണ് വരുന്നത്, എൻ ഇൻറ്റു എ ഇൻറ്റു വി എക്സ് ടി. ചേഞ്ച് ഇൻ ടി ആണ്, ഡെൽറ്റ ടി ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടി
അവിടെ കൊടുക്കുന്നു. അപ്പോൾ അത് ഓർക്കേണ്ടത് ടൈം എന്ന് പറയുമ്പോൾ ഡെൽറ്റ ടി ആണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിൽ ഓർക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കോമൺ ടേംസ് എല്ലാം കട്ട് ചെയ്യാം. 2 കോമൺ ആയതുകൊണ്ട് കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇനി എന്തെങ്കിലും കട്ട് ചെയ്ത് പോകുന്നുണ്ടോ? എന്താണ് കട്ട് ചെയ്ത് പോകുന്നത്? ബാക്കി നമ്മളെല്ലാം കൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യണം അല്ലേ? റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് n ഇൻറ്റു m ഇൻറ്റു വി എക്സ് രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ വി എക്സ് സ്ക്വയർ എൻ എം വി എക്സ് സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു എന്ത് വരുന്നുണ്ട്? ഡെൽറ്റ ടി എന്നാണ് വരിക. ഇതാണ് നമുക്ക് ടോട്ടൽ മൊമെൻറ്റം ഇമ്പാർട്ടഡ് ടു ദ ഏരിയ ഇൻ ടൈം ടി എന്ന് പറയുമ്പോൾ കിട്ടുന്നത്. മനസ്സിലായല്ലോ? യെസ്. ഇനി വാട്ട് ഈസ് ഫോഴ്സ്? നമുക്കറിയാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്തിന് ഈക്വലൻ്റ് ആണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ബൈ ദ ടൈം ഇൻ്റർവൽ. ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി ആണ് അല്ലേ? സോ ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? നമുക്കതിനെ ഒന്ന് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫോഴ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഉണ്ട്, ടൈം ഇൻ്റർവൽ ഡെൽറ്റ ടി. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഈ ഡെൽറ്റ ടിയും താഴെ വരാൻ പോകുന്ന ഡെൽറ്റ ടിയും ക്യാൻസൽ ആവും. ബാക്കി എന്ത് മാത്രം വരും? എൻ എം വി എക്സ് സ്ക്വയർ എ എന്ന് വരും അല്ലേ? സോ വി വിൽ ഗെറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ആസ് എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ ഇൻറ്റു എ. ഇതാണ് നമുക്ക് വരാൻ പോകുന്നത്. ഇത്ര നിങ്ങൾ മനസ്സിലായല്ലോ? യെസ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ? പ്രഷർ, ഫോഴ്സ്. അവിടെ എന്തോ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് മനസ്സിലായല്ലേ? ഇനി അവിടെ അനുഭവപ്പെടുന്ന പ്രഷർ എന്താണെന്ന് നോക്കാം. നമുക്കറിയാലോ പ്രഷർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ എ യൂണിറ്റ് ഏരിയ അല്ലേ? അപ്പോൾ പ്രഷറിന് ഒരു ഇക്വേഷൻ കൊടുക്കാമല്ലോ, ഫോഴ്സ് ബൈ ഏരിയ. ഇപ്പോൾ നമ്മൾ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ അവിടെ എഴുതി അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ ഇൻറ്റു എ ഡിവൈഡഡ് ബൈ എ. അപ്പോൾ എയും കട്ടായി പോവും. ബാക്കി എന്ത് വരുന്നുണ്ട്? എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ അല്ലേ? പ്രഷർ എന്താ കിട്ടിയത്? എൻ ഇൻറ്റു എം ഇൻറ്റു വി എക്സ് സ്ക്വയർ. ഓക്കെ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ഇവിടെ. വേറൊന്നുമല്ല, നമ്മൾ എക്സ് വെലോസിറ്റി നമ്മൾ പറഞ്ഞു, എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇസഡ് ആക്സിസ് നമുക്ക് റിസോൾവ് ചെയ്യാം. അങ്ങനെ വരാൻ നേരത്ത് എന്താണ് ആവറേജ് വെലോസിറ്റി എന്ന് ചോദിച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം എന്താണ് ആവറേജ് വെലോസിറ്റി വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വലൻ ടു, അതായത് വി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വലൻ ടു വി വൈ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വലൻ ടു വി ഇസഡ് സ്ക്വയർ. നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഇത് മൂന്നും ഇക്വലൻ്റ് ആണ്. നമുക്ക് ആവറേജ് വെലോസിറ്റി വേണം. ആവറേജ് വെലോസിറ്റി വി ഡാഷ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ എന്തായിട്ട് വരും? ഇറ്റ് ഈസ് ഈക്വലൻ ടു വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയർ പ്ലസ് വി ഇസഡ് സ്ക്വയർ എന്ന് വരും. അതായത് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? 3 VX സ്ക്വയർ. എല്ലാം ഈക്വലൻ്റ് ആണ്. നമുക്ക് ഇതിനെല്ലാം ഒരുമിച്ചെടുത്താൽ മതി അല്ലേ? സോ അതിന് നമുക്ക് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്കതിനെ എന്തായിട്ട് എഴുതാൻ സാധിക്കും? നമുക്കതിനെ റീഅറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഈക്വലൻ ടു 3VX സ്ക്വയർ. മനസ്സിലായോ? അതാണ് നമുക്കിവിടെ മനസ്സിലാക്കുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രഷറിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്താ വരാൻ പോകുന്നത്? Therefore പ്രഷർ എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും? ഇത് നമ്മൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. സോ ഇത് പ്രകാരം നമ്മളിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു? നമുക്കിവിടെ ആവറേജ് വെലോസിറ്റി കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VX സ്ക്വയർ നമുക്ക് മനസ്സിലായി. എന്താണ് ഇവിടെ നമുക്ക് VX സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. എന്താണ് VX സ്ക്വയർ എന്ന് പറയുന്നത്? യെസ്, VX സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/3 ഇൻറ്റു ആവറേജ് വെലോസിറ്റി സ്ക്വയർ. ആവറേജ് വെലോസിറ്റി സ്ക്വയർ. അപ്പോൾ അതാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. പ്രഷർ ഇസ് ഈക്വൽ ടു N ഇൻറ്റു M ഇൻറ്റു VX സ്ക്വയറിന് പകരം എന്തെഴുതാം? ഇൻറ്റു 1/3 V ആവറേജ് സ്ക്വയർ. അതായത് ഫൈനൽ ഇക്വേഷൻ കിട്ടും 1/3 N ഇൻറ്റു M
വി ആവറേജ് സ്ക്വയർ, അതാണ് പ്രഷർ. സോ ദിസ് ഈസ് അവർ ഫൈനൽ ഇക്വേഷൻ അല്ലേ. ഏതായാലും ഇവിടെ കിട്ടിയേക്കുന്നത് നോക്കിക്കേ. സോ പ്രഷർ പി ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു എൻ ഇൻറ്റു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു സ്മോൾ ലെറ്റർ എം മാസ് ഇൻറ്റു വി. എന്താണ് വി ഡാഷ് എന്ന് പറയുന്നത്? ആവറേജ് വെലോസിറ്റി സ്ക്വയർ ആണ് കേട്ടോ. സോ ദിസ് ഇസ് ദി ഇക്വേഷൻ. അപ്പോൾ ഡെറിവേഷൻ പഠിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം? പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസിൻ്റെ ഈ ഒരു ഇക്വേഷൻ നിർബന്ധമായിട്ടും പഠിച്ചു ചെയ്യണം കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ. 1-2 വർഷങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷനിലേക്ക് ഇങ്ങനെയാണ് വന്നെത്തേണ്ടത്. മനസ്സിലായോ? ഇനി നമുക്കൊരു ചെറിയ പോർഷൻ കൂടി ഉണ്ട്, ഇതായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് പഠിക്കാം. മക്കളെ, പ്രഷർ ഐഡിയൽ ഗ്യാസിൻ്റെ പ്രഷറിൻ്റെ ഡെറിവേഷൻ നമ്മളിപ്പോൾ കണ്ടത് അല്ലേ. അതിനേക്കാൾ കൂടുതൽ പല വർഷങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന മറ്റൊരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ ടെമ്പറേച്ചർ. അതായത് നമ്മളിപ്പോൾ പഠിച്ച ആ പ്രഷറിൻ്റെ ഇക്വേഷനിൽ നിന്ന് നമ്മൾ മറ്റൊരു കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് പഠിച്ചാലോ? വളരെ സിമ്പിളാണ് കേട്ടോ. ആ 3 മാർക്സ് നമുക്കിങ്ങ് പഠിച്ചെടുക്കാം. നോക്കാം. കൈനറ്റിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ടെമ്പറേച്ചർ. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് എന്താ ആദ്യം അറിയണം? വാട്ട് ഈസ് എ പ്രഷർ ഓഫ് എൻ ഐഡിയൽ ഗ്യാസ്? അത് നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞല്ലോ. പ്രഷർ പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു 1/3 എൻ ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ, ആവറേജ് വെലോസിറ്റി സ്ക്വയർ അല്ലേ. ഇത് നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. എൻ എന്ന് പറഞ്ഞാൽ സ്മോൾ എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ വി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്മോൾ ലെറ്റർ എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ വി എന്നാ പറയുക അല്ലേ. അപ്പോൾ എന്നും ഉണ്ട് വിയും ഉണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ക്യാപിറ്റൽ എൻ? നമുക്കിവിടെ റൈറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പ്രഷറിനെ നമുക്ക് റൈറ്റ് ചെയ്യാം. എന്തായിട്ട് മാറും? പ്രഷർ വിൽ ബി ഈക്വൽ ടു, നമ്മളിത് ഇക്വേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്നും വിയും ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്തായിട്ട് മാറും ഇക്വേഷൻ? വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് 1/3 ഇൻറ്റു ക്യാപിറ്റൽ എൻ ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. മനസ്സിലായല്ലോ? 1/3 ഇൻറ്റു ക്യാപിറ്റൽ എൻ ഇൻറ്റു എം വി സ്ക്വയർ എന്നാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവർക്കും മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ പ്രഷറാണ് നമ്മളിവിടെ എഴുതിയത്. പി ഇൻറ്റു വി എന്ന് പറയുമ്പോഴാണ് 1/3 ഇൻറ്റു എൻ എം വി സ്ക്വയർ ഇൻറ്റു വി എന്ന് വരിക. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എൻ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ബൈ വി ആയതുകൊണ്ട് നമുക്ക് മറ്റൊരു ഇക്വേഷനിലേക്ക് കിട്ടി. 1/3 ഇൻറ്റു എൻ ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ എന്നാണ് നമുക്കിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാമോ? വി ആർ ഗോയിങ് ടു, നമുക്കിവിടെ കിട്ടിയേക്കുന്ന ആ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, അതായത് എന്താണ് നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? വി ഗോട്ട് ഇറ്റ് ആസ് പി വി ഇസ് ഈക്വൽ ടു 1/3 എൻ എം വി ഡാഷ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടിയത് അല്ലേ. ഇവിടെ വി ആർ ഗോയിങ് ടു മൾട്ടിപ്ലൈ 2 ഓൺ ദ ന്യൂമറേറ്റർ ആൻഡ് ദ ഡിനോമിനേറ്റർ. മൾട്ടിപ്ലൈ ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് വരും? വി വിൽ ഗെറ്റ് ദിസ് ആസ്, നമുക്ക് കിട്ടാൻ പോകുന്നത് ഇങ്ങനെയാണ്. നമുക്കിവിടെ വരാൻ പോകുന്നത് 2 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. അപ്പോൾ എന്ത് വരും? 2/2 ഇൻറ്റു ഇതിങ്ങനെ തന്നെ 1/3 ഇൻറ്റു എൻ ഇൻറ്റു എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2/3 ഒന്നിച്ച് എഴുതുന്നു. ഈ ഹാഫിനെ ഒരുമിച്ചാക്കുക. ഹാഫ് ഓഫ് എൻ എം ഇൻറ്റു വി ഡാഷ് സ്ക്വയർ. ഇവിടെ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കിക്കേ, എന്നിനെയും കൂടി ഇവിടെ നമ്മൾ മാറ്റി എഴുതുവാണെങ്കിൽ, അതായത് 2/3 എൻ ഇൻറ്റു ഹാഫ് എം വി ഡാഷ് സ്ക്വയർ എന്ന് പറയുമ്പോൾ ഈ ഹാഫ് എം വി ഡാഷ് സ്ക്വയർ എവിടെ കേട്ടില്ലേ? കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അല്ലേ. ഹാഫ് എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷനാണ്. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ റൈറ്റ് ചെയ്താം? നമുക്കിവിടെ റൈറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് പി ഇസ് ഈക്വൽ, പി വി നമുക്കിവിടെ കിട്ടി വന്നിട്ടുണ്ട്. അതിനെ റൈറ്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് എന്തായിട്ട് മാറും? യെസ്, പി എന്ന് പറയുമ്പോൾ പി വി ഇസ് ഈക്വൽ ടു എന്ത് വന്നു? 2/3 എൻ ഇൻറ്റു ആവറേജ് കൈനറ്റിക് എനർജി. ആവറേജ് കൈനറ്റിക് എനർജി, മേലൊരു ലൈൻ വന്നേക്കുന്നത് കേട്ടോ. ഇറ്റ് ഷോസ് ദാറ്റ് ദ കൈനറ്റിക് എനർജിയുടെ ആവറേജ് വാല്യൂ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഇക്വേഷൻ 1 ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് കൺസിഡർ ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 1. ഇതിന് നമുക്ക് മനസ്സിൽ വെക്കണം. എന്താണിത്? ലെറ്റ് ഇറ്റ് ബി ഇക്വേഷൻ നമ്പർ 1. നൗ
നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാൽ പി വിയുടെ മറ്റൊരു ഇക്വേഷൻ ആണ് എന്ത്? കെ ബി ഇൻറ്റു എൻ ഇൻറ്റു ടി. എന്താണ് കെ ബി? കെ ബി ഇസ് ബോൾസ്മാൻ കോൺസ്റ്റന്റ് അല്ലേ, ഇൻറ്റു എൻ ഇൻറ്റു ടി. സോ ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻ ഉണ്ട്. അപ്പം നമുക്ക് രണ്ടിനെയും ഇക്വേറ്റ് ചെയ്യാം. രണ്ടും പി വിയുടെ ഇക്വേഷൻസ് അല്ലേ. സോ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 നമ്മളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും നമുക്ക്? കെ ബി ഇൻറ്റു എൻ ഇൻറ്റു ടി ഇസ് ഈക്വലൻ ടു എന്തായിട്ട് വരും? 2/3 ഇൻറ്റു എൻ ഇൻറ്റു ആവറേജ് കൈനറ്റിക് എനർജി. സോ അവിടെ കൈനറ്റിക് എനർജി ആവറേജാ, എൻ ആൻഡ് എൻ ഗെറ്റ്സ് ക്യാൻസൽഡ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കൈനറ്റിക് എനർജിയുടെ മറ്റൊരു ഇക്വേഷനിലേക്ക് വരാമല്ലോ. ആവറേജ് കൈനറ്റിക് എനർജി എന്താണെന്നാണ് കിട്ടാൻ പോകുന്നത്? ആവറേജ് കൈനറ്റിക് എനർജി വിൽ ബി ഈക്വലൻ ടു 3/2 ഇൻറ്റു കെ ബി, അതായത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു ടി എന്ന് കിട്ടും. സോ ദിസ് ഇസ് അവർ ഫൈനൽ ഇക്വേഷൻ. എന്താണ് കിട്ടിയേക്കുന്നത്? കൈനറ്റിക് എനർജിക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു 3/2 ഓഫ് കെ ബി ഇൻറ്റു ടി. മനസ്സിലായോ? സോ ഇതിൽ നിന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ നമ്മൾ ആ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഒന്നും കൂടി മിസ് ഒന്ന് എഴുതി കാണിക്കാം. കൈനറ്റിക് എനർജി ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു എന്താണ്? 3/2 ഇൻറ്റു ബോൾസ്മാൻ കോൺസ്റ്റന്റ് ഇൻറ്റു absolute temperature. Okay, so the average kinetic energy of a gas molecule is proportional to absolute temperature. ഓർക്കണം, അവിടെ പ്രഷറിൻ്റെയോ വോളിയത്തിൻ്റെയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ നേച്ചറോ പ്രധാനപ്പെട്ടതല്ല. പിന്നെ എന്ത് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. ഈ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരുപാട് വർഷങ്ങൾ റിപ്പീറ്റ് ആയിട്ട് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാണ് ചോദിക്കാറ്. സോ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് എന്താണ് നമ്മുടെ ടെമ്പറേച്ചർ ബേസ്ഡ് ഓൺ ദ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായി തന്നെ പഠിച്ചെടുക്കുക കേട്ടോ.